നമസ്കാരം പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ മുൻ DGP ആയിട്ടുള്ള അലക്സാണ്ടർ ജേക്കബ് സാറിന് ഹൃദയത്തിൽ തൊട്ട ഒരു വലിയൊരു സല്യൂട്ട് ഞാൻ നേരെയാണ്. കാരണം ഇദ്ദേഹത്തെ പോലുള്ള മനുഷ്യർ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് തന്നെ അത് മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. ഒരു യഥാർത്ഥ ക്രൈസ്തവൻ എന്താണെന്നും ആ മതത്തിൻ്റെ മൂല്യങ്ങൾ എന്താണെന്നും വളരെ കൃത്യമായി അറിയാവുന്ന മറ്റ് ഇതര മതവിഭാഗങ്ങളെക്കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് ഒബ്സർവ് ചെയ്ത് പഠിച്ച് കൃത്യമായി ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ഇതുപോലുള്ള മനുഷ്യസ്നേഹികളെ നമ്മളെന്നും സ്മരിക്കണം. കാരണം ഇവരെപ്പോലുള്ള ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിൽ ആവശ്യമാണ്. ഇന്ന് ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട് ഏതാണ്ട് 30 ദിവസത്തോളം തികയാണ്. ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ജൂതരാഷ്ട്രമായിട്ടുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന നരാധമന്മാർ കാട്ടിക്കൂട്ടുന്ന കൊള്ളരുതാഴികളും തെമ്മാടിത്തരങ്ങൾക്കും വിളിച്ചു പറയാൻ അല്ലെങ്കിൽ ആ നട്ടലോടുകൂടി അവർ ചെയ്യുന്ന ശരിയല്ല എന്ന് പറയുന്ന ഒരു ക്രൈസ്തവനെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് ശരിക്കും സല്യൂട്ട് അടിച്ചു പോകണം. അത്തരത്തിലുള്ള ഒരു വലിയൊരു മനുഷ്യനാണ് നമ്മുടെ ജേക്കബ് സാറ്. എന്തായാലും ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളും പ്രത്യേകിച്ച് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം. നാഴികയ്ക്ക് 40 വട്ടം ഇസ്ലാം മതം തീവ്രവാദത്തിൻ്റെ മതമാണ്, മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ് എന്ന് വിളിച്ചു പറഞ്ഞ് നടക്കുന്ന വേട്ടാവളിയന്മാർക്ക് അണ്ണാക്കിൽ കൊടുക്കുന്ന മറുപടിയാണ്. ഇത് ചരിത്രമാണ്, അല്ലാതെ ഒരാൾ ഉണ്ടാക്കി പറയുന്നതോ അല്ലെങ്കിൽ ജേക്കബ് സാറിന് ഇവിടുത്തെ ഇസ്ലാം മത തീവ്രവാദികൾ കോടികൾ കൊടുത്തിട്ട് പറയിപ്പിക്കുന്നതല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മുന്നിലേക്ക് പറഞ്ഞു തരാണ്. ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരേ ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ജൂതന്മാർ മാത്രമേ ഉള്ളൂ. കാരണം ചരിത്രം അറിയാവുന്നവനും ബൈബിൾ അറിയാവുന്നവനും ഒരിക്കലും ഈ ജൂതരാഷ്ട്രത്തെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരില്ല. കാരണം യേശുദേവനെ കുരിശിലേറ്റ് കൊന്ന സാത്താന്മാരുടെ സന്തതികളാണ് ഇസ്രായേലികൾ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഇപ്പോൾ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന കുറച്ച് ക്രൈസ്തവരായിട്ടുള്ള ക്രിസംഖികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഇസ്രായേലിനെ പൊക്കി പറയും. പക്ഷേ ഈ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ക്രൈസ്തവ സമൂഹത്തിന് നേരാവണ്ണം അവിടുത്തെ ക്രിസ്ത്യൻ ചർച്ചുകളിൽ പോയി പ്രാർത്ഥന നടത്താൻ പോലും അവർക്ക് സാധിക്കത്തില്ല. അങ്ങനെ എത്രയോ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. ക്രൈസ്തവൻ്റെ മുഖത്ത് നോക്കി തുപ്പുന്ന ജൂതന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഹിറ്റ്ലറിനെ പോലുള്ള വലിയ മനുഷ്യനുണ്ടല്ലോ, അയാൾ ഈ ജൂതനെയൊക്കെ കൂട്ടക്കൊല ചെയ്തത് ചുമ്മാന്നുമല്ല. ഈ ലോകത്ത് ഒരു ജൂതൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവൻ ഈ ലോകത്തിന് നാശമാണ് എന്ന് അയാൾ മാത്രമല്ല പലരും മനസ്സിലാക്കിയത് കൊണ്ടാണ് ജൂതന്മാരെ പല വഴിക്കും ഓടിച്ചിട്ട് കൊന്നു കൊല വിളിച്ചത്. എന്നാൽ നമ്മുടെ ഈ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ജെറുസലേം മാലപ്പടക്കം അമ്മായിയുണ്ടല്ലോ, വല്ലപ്പോഴും തലയ്ക്ക് ബോധവും വിവരവും വിദ്യാഭ്യാസവുമുള്ള ഇതുപോലുള്ള മനുഷ്യർ പറയുന്നത് കേൾക്കണം. അല്ലാതെ നിന്റെ വായിന്ന് സുവിശേഷത്തിന് പകരം വരുന്നത് അമേധ്യമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, കണ്ടിട്ട് കൃത്യമായി നിങ്ങൾ ഇതിൻ്റെ കമൻ്റ് അറിയിക്കുക. വീഡിയോയിലേക്ക് പോകാം. അടുത്ത കാലത്തായി ഇറാനെതിരായും ഇസ്രായേലിനെ യഹൂദന്മാരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടും ധാരാളം വീഡിയോസും മെസ്സേജസും ക്രിസ്ത്യാനികൾ എനിക്ക് അയക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ തല്ലിക്കൊന്ന് കുരിശിൽ തൂക്കിയ ഒരു ജനവിഭാഗമാണ്. 11 സ്ലീഹന്മാരെ അവർ കൊന്നിട്ടുണ്ട്, കുഴിച്ചുകൂടിയിട്ടുണ്ട്. വേദപുസ്തകത്തിലെ ആദ്യത്തെ കൊലപാതകം കല്ലെറിഞ്ഞ് കൊല്ലുന്നതും ഒരു യഹൂദന്മാർ ക്രിസ്ത്യാനിക്കെതിരെ ചെയ്ത ഒരു ക്രൂരകൃത്യമാണ്. പൗലോസ് അപ്പോസ്തലനെ എറിഞ്ഞ് മരിച്ചെന്ന് ഞാൻ ഇട്ടിട്ട് പോയിട്ട് ആണ് അവന്മാർ പോയത്. മരിച്ചിട്ടില്ലാത്തതുകൊണ്ട് മാത്രം പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചെഴുന്നേറ്റു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിലെ 13 പുസ്തകങ്ങൾ നമുക്ക് കിട്ടിയത്. അങ്ങനെയുള്ള യഹൂദന്മാരെ കർത്താവ് യേശു മശിഹ ശപിച്ചു, ജെറുസലേം കല്ലിന്മേൽ കല്ലില്ലാതെ നശിക്കപ്പെടട്ടെ എന്ന്. അതങ്ങനെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിലുടനീളം യഹൂദന്മാർ AD 336 വരെ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചു. പിന്നീട് നമ്മൾ അങ്ങോട്ടായിരുന്നു ഉപദ്രവം. കുരിശുയുദ്ധകാലത്ത് 2 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. ഫെർഡിനാൻഡ് ഇസബെല്ല കൂടി 2 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. നെപ്പോളിയന്റെ കാലത്ത് 5 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. ഹിറ്റ്ലറുടെ കാലത്ത് 60 ലക്ഷം യഹൂദന്മാരെ കൊന്നൊടുക്കി. ഇവരെല്ലാം കത്തോലിക്കരായ ആൾക്കാരാണ്. ഫെർഡിനാൻഡ് തൊട്ട് കുരിശുയുദ്ധം നടത്തിയവർ തൊട്ട് ഹിറ്റ്ലർ വരെ എല്ലാവരും കത്തോലിക്കരാണ്. അങ്ങനെയുള്ള യഹൂദനെ എപ്പോഴൊക്കെ അവൻ നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ അപ്പോഴെല്ലാം യഹൂദന്മാരെ രക്ഷിച്ചത് മുസ്ലിംസാണ്. ആ മുസ്ലിംസ് അവരെ സംരക്ഷിച്ചു കൊണ്ടുവന്ന് പാലസ്തീൻ നാട്ടിൽ അവരെ താമസിപ്പിച്ച് അവന് വീട് വെച്ചു കൊടുത്ത് അവന് ആഹാരം കൊടുത്ത് യഹൂദന്മാരെ സംരക്ഷിച്ചു. മുസ്ലിങ്ങൾ യഹൂദന്മാരെ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ യഹൂദനൊരു വംശം ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. യഹൂദന്മാർ അമേരിക്കയിൽ കുടിയേറാൻ ശ്രമിച്ചു. റോക്കഫെല്ലർ പറഞ്ഞ ഒരു കാരണവശാലും ഇവനെ കയറ്റരുത്, ഇവൻ അമേരിക്കയുടെ നാശത്തിന് വഴിവെക്കുമെന്ന് പറഞ്ഞു. കൊല്ലപ്പെട്ട കൊണ്ടുകൊണ്ടിരിക്കുന്ന യഹൂദന്മാര് 4 കപ്പലിൽ കയറി രക്ഷപ്പെടാൻ നോക്കി.
അവരെ ബ്ലാക്ക് സീയിൽ വെച്ച് ബ്രിട്ടീഷുകാർ കപ്പൽ മുക്കി 4000-ഓളം യഹൂദന്മാരെ കൊന്നു. ഇതാണ് യഹൂദന്മാരോട് ക്രിസ്ത്യാനികൾ ചെയ്തിട്ടുള്ളത്. എന്നും അവരെ സംരക്ഷിച്ചിട്ടുള്ളത് മുസ്ലിംസാണ്. ഇപ്പോൾ നടക്കുന്നത് ഇറാന്റെ കുഴപ്പമോ മറ്റൊരു കുഴപ്പമോ അല്ല. ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് അയച്ചിരുന്നു. എങ്ങനെയാണ് 16ഓളം മുസ്ലിം രാജ്യങ്ങളെ അമേരിക്ക ഇസ്രായേലും കൂടി നശിപ്പിച്ചതെന്ന്. ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ ഇങ്ങനെ നിരവധിയാണ്. ഈ യുദ്ധങ്ങളിൽ സദാം ഹുസൈൻ ഇറാഖിനെ തകർത്തു, ലിബിയെ തകർത്തു, ടുണീഷ്യയെ തകർത്തു, യമനെ തകർത്തു, ഇങ്ങനെ വരികയാണ്. ഇറാനെ തകർത്ത ശേഷം അറേബ്യയിലെ ഷെയ്ഖ് ഡംസിനെയും സൗദി അറേബ്യയിലെ രാജകുടുംബത്തെയും അവർ നശിപ്പിക്കും. അത് കഴിഞ്ഞ് അവർ നേരെ പാകിസ്ഥാന്റെ അപ്പുറത്തൂടെ അമേരിക്ക ഇസ്രായേൽ ആക്രമിക്കും, ഇപ്പുറത്തോടെ ഇന്ത്യ ആക്രമിച്ച് പാകിസ്ഥാൻ ഇല്ലാതാക്കും. ഇതാണ് തന്ത്രം. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മളാരും കക്ഷി ചേരരുത്. സാമ്രാജ്യം നടത്തുന്ന യുദ്ധങ്ങളാണ്. അതിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ കക്ഷി ചേരരുത്. ഇന്ന് കേരളത്തെ പട്ടിണിയിൽ നിന്ന് മാറ്റിയത് പാവ മുസ്ലിങ്ങൾ കാഫറുകളായി നമ്മളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടാണ്. കേരള ഗവൺമെന്റ് ബഡ്ജറ്റ് 1,80,000 കോടി ഉള്ളപ്പോൾ അതിൽ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയോളം ഗൾഫ് മുസ്ലിം രാജ്യങ്ങളിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഒരു വിശ്വാസമില്ലാതെ ആണ് അവർ എത്തിയിട്ടുള്ളത്. ഞാൻ തുമ്പോൺ എന്നൊരു ഗ്രാമത്തിൽ ജനിച്ചുള്ളൊരു മനുഷ്യനാണ്. ആ ഗ്രാമം ദാരിദ്ര്യമുള്ളൊരു ഗ്രാമമായിരുന്നു. ഇന്ന് ആ ഗ്രാമം സമ്പൽ സമൃദ്ധമായി മാറിയെങ്കിൽ അത് മുസ്ലിം രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്ത് അവിടുത്തെ ക്രിസ്ത്യാനികൾ കൊണ്ടുവന്ന പൈസ കൊണ്ടാണ്. അതുകൊണ്ട് മുസ്ലിം വിരുദ്ധത വിട്ട് യഹൂദൻ്റെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്തിട്ട് മുസ്ലിങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോസും മെസ്സേജസും കറക്റ്റല്ല, ചരിത്രപരമല്ല. അതിനെപ്പറ്റി പറയുന്ന ഒരു നബിദിന പ്രസംഗം നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. നിങ്ങളത് കേട്ടിട്ട് സത്യം മനസ്സിലാക്കുക. നമ്മളിതിനകത്ത് ഒരു പക്ഷവും ചേരരുത്. യുദ്ധം എപ്പോഴും അപകടകരമാണ്. ദൈവം കർത്താവ് യേശുമിശിഹ ശത്രുക്കളെ സ്നേഹിക്കണമെന്നും ഒരു കാരണവശാലും ഒരു കവൾ അടിച്ചാൽ മറ്റേ കവൾ കാണിച്ചു കൊടുക്കണമെന്ന് യേശുക്രിസ്തുവാണ്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാണ് നമ്മൾ ഒരിക്കലും ഈ തെറ്റായ സമീപത്തിന് കൂട്ടുനിൽക്കരുത്. മുസ്ലിമിനെതിരെയോ ഇസ്രായേലിനെതിരെയോ അമേരിക്കക്കെതിരെയോ നമ്മൾ നിൽക്കേണ്ട. നമ്മൾ നിഷ്പക്ഷത പാലിച്ചാൽ മതി. നിങ്ങൾ കേട്ടോ ഈ പറഞ്ഞതേ? തലയ്ക്കകത്ത് ബോധമുള്ള വിവരമുള്ള മുൻ DGP ആണ്. ഒരു യഥാർത്ഥ ക്രൈസ്തവ മനുഷ്യനാണ് ഈ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് കേൾക്കേണ്ടത് നമ്മുടെ ഇവിടെ ഇസ്രായേലിന് വേണ്ടിയും അമേരിക്കയ്ക്കും വേണ്ടി ജയ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ചില ക്രിസ്സംഗി വാണങ്ങളുണ്ടല്ലോ, നീയൊക്കെ കേൾക്കണം. അതോടൊപ്പം തന്നെ സംഖ്യകളും കേൾക്കണം. ആരാണ് ജൂതന്മാർ? ജൂതന്മാർ ഈ നാടിന് ആപത്താണോ? ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ പറഞ്ഞത് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ കേട്ടാണ്. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇപ്പം അമേരിക്കയും ഇസ്രായേലിനെയും കൂടെ നിന്നുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സാത്താന്റെ സന്തതികൾ, ഈ മന്ദബുദ്ധികളായിട്ടുള്ള അറബികളെ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതന്മാരുടെ വാലാട്ടിപ്പട്ടികളായി നീയൊക്കെ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകും. ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇങ്ങനെ ശക്തിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നിന്നെപ്പോലുള്ള അറബ് രാജ്യങ്ങളെ ചൊറിയാൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മടിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മടിക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതായി കഴിഞ്ഞാൽ നിന്റെയൊക്കെ നെഞ്ചത്തേക്ക് കയറി കുഴലൂത്ത് നടത്തും ഈ വൃത്തികെട്ട നാറികളെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നിനക്കൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നീയൊക്കെ പഠിക്കും. പിന്നെ ഇവിടെ കിടന്ന് കുരയ്ക്കുന്ന ചില വേട്ട പട്ടികളോട് പറയാനുള്ളത്, ഇതുപോലെ നല്ല മനുഷ്യർ പറയുന്ന കേൾക്ക്. അല്ലാതെ നാഴേക്ക് 40 വട്ടം ഇസ്ലാമാണ് ഞങ്ങളുടെ ശത്രുക്കൾ, ഇസ്ലാമാണ് ഞങ്ങൾക്ക് ഭീഷണി എന്ന് പറഞ്ഞ് നടക്കുന്ന നിന്നെപ്പോലുള്ളവർ ചരിത്രം എന്താണെന്ന് പഠിക്കുക. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു ജനവിഭാഗം, ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരിൽ നിങ്ങളൊന്ന് ചിതഞ്ഞു നോക്കണം. അതിനകത്ത് ആരായിരുന്നു ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തിന് വേണ്ടി ചോര ചിന്തിയത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇവിടുത്തെ മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളാണ്, കുറച്ചു കാലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതൊരു മുസ്ലിം ഭരണ പ്രദേശമായിട്ട് മാറുമെന്ന്, മുസ്ലിങ്ങൾ ഭരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ രാജ്യത്തിന് എന്ത് ഗുണമാണ് ഈ സംഖ്യകൾ ഈ 14 വർഷം കൊണ്ട് നമുക്ക് തന്നിട്ടുള്ളത്? ഒരു പുല്ലും അവർ നമുക്ക് തന്നിട്ടില്ല. 10-60 വർഷമായിട്ട് കോൺഗ്രസ് ഭരിച്ചു വെച്ചിട്ടുള്ള സകലമാനതും കട്ടുമുടിച്ച് തിന്ന് കൊഴുത്ത് ഇവനൊക്കെ വർഗീയത പറഞ്ഞ് ജീവിക്കുന്നതല്ലാതെ ഈ രാജ്യത്തിന് എന്ത് ഗുണമാണ് ഇവരെ കൊണ്ടുണ്ടായിട്ടുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ, ഹൈന്ദവ സഹോദരങ്ങളെ, മുസ്ലിം സഹോദരങ്ങളെ, ഈ മനുഷ്യൻ പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.